ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെ ചെറിയ റൂട്ടീനും അതേപോലെ തന്നെ മൂന്നാർ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ രണ്ട് വീഡിയോ കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഒരു ദിവസത്തെ വിശേഷമല്ല നിങ്ങളിന്ന് കാണാൻ പോകുന്നതെന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ ചെറിയൊരു സ്പെഷ്യലാണ്. കുട്ടപ്പായി കുറേ ദിവസമായി പറയണം അമ്മ ചിക്കൻ കറി ഉണ്ടാക്ക്, ചിക്കൻ കറിയും പുട്ടും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് എനിക്കും കുമാറിനും കുട്ടപ്പായ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളത് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ശരത്ത് ബാബുവിന്. അപ്പോൾ ശരത്ത് ബാബു ഇവിടെ ഇല്ല, ശരത്ത് ബാബു നിലമ്പൂർ പോയിരിക്കുകയാണ്, എണ്ണ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഉണ്ടാക്കണ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ പോവാറുണ്ട് കേട്ടോ നിലമ്പൂർക്ക്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ആയിട്ടും അമ്മയ്ക്ക് പണിയാണ് കേട്ടോ. അപ്പോൾ അമ്മ പോയി, അപ്പോൾ ഒന്നും കൂട്ടാനൊന്നും വെച്ചിട്ടില്ല. കാരണം ചിക്കൻ കറിയാണല്ലോ വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല, ചോറ് അമ്മ വെച്ചിട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് ഞാനിതാ ചിക്കൻ കുറച്ചേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ തലേ ദിവസം കുമാർ വരുമ്പോൾ മേടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവൻ പൊള്ളാച്ചിയിലാണല്ലോ, പൊള്ളാച്ചിയിൽ നിന്ന് അവൻ ആഴ്ചയിൽ 2 ദിവസം വരും. അപ്പോൾ ഈ ആഴ്ച ഒരു ലീവ് കിട്ടിയപ്പോൾ അവൻ വേഗം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒച്ച കേൾക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്, നമുക്ക് ഇത്രയും അങ്ങനെ പറ്റുള്ളൂ സൗണ്ട് കൊടുക്കാൻ. കാരണം എത്ര സൗണ്ട് ഉണ്ടാക്കരുത് പറഞ്ഞാലും നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ അടുത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ, ഞങ്ങളിവിടെ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുക ഉള്ളത്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചിക്കൻ കറിക്കുള്ള സബോള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സബോള അരിയുമ്പോൾ എനിക്ക് ഇപ്പോഴും അമ്മ പറയണത് ഓർമ്മ വരും കേട്ടോ. അത് രാധമ്മ എന്നോട് അവിടെ വരൂരുള്ളപ്പോൾ പറയും, ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സബോള അരിഞ്ഞു കൊടുക്കുമ്പോൾ സബോള നൈസായിട്ട് അരിയണം, അല്ലെങ്കിൽ സബോള വാടി കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എപ്പോൾ സബോള അരിയുമ്പോഴും എനിക്കത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അമ്മ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ. തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് തന്നെ തേങ്ങയ്ക്ക് ചിരകി ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര മടിയുള്ള പോലെ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ വേവിക്കില്ല കേട്ടോ. എനിക്ക് ഒരുപാട് നല്ല റബ്ബർ പോലെ ആയിട്ടുള്ള മുട്ട വേവിച്ചത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു പാകത്തിന് ഭയങ്കര ഇങ്ങനെ സ്മൂത്തായി കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇഷ്ടമുള്ളൂ. അങ്ങനെ മുട്ട കഴിക്കുകയാണ് കേട്ടോ ശരീരത്തിന് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് റബ്ബർ പോലെ ആയി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദഹനത്തിന് ബുദ്ധിമുട്ടും പിന്നെ കഴിച്ചാൽ ഒരു ഗുണം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രുക്കവും എനിക്ക് കുറച്ച് ചെറുപയർ കറി തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചെറുപയർ കറി, ഒരു ക്യാരറ്റും ഒരു റോബസ്റ്റ് 2 മുട്ടയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ നമ്മളത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പതുക്കെ ചവച്ചരച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ. കുമാറും കുട്ടപ്പായി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു മുട്ടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൽ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം, നമ്മുടെ റോബസ്റ്റിൽ പൊട്ടാസ്യം, അങ്ങനെയുള്ള ഒരുപാട് മിനറൽസും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ് നമ്മൾ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡയറ്റിംഗ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്കി നോക്കും, നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പലമണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. ഏകദേശം വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കിണർ കുത്താണ്ട്, അതേപോലെ തന്നെ നമുക്ക് മതിൽ കെട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ പണിയല്ല, നമുക്ക് വലിയ പണി തന്നെയാണ്. കാശിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ പണി തന്നെയാണ്. അപ്പോൾ കാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഇനി ബാക്കിയുള്ള പണികൾ തുടങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ മുടി കെട്ടിറക്കാനുള്ള സമയമായി. ഞാൻ ഈ ഒരു ചീർപ്പ് കൊണ്ടാണ് മുടി കെട്ടിറക്കുക. അപ്പോൾ ഈ ഒരു ചീർപ്പ് വളരെ നല്ലൊരു ചീർപ്പാണ്. മുടി പൊട്ടിപ്പോവുക, ഡ്രൈ ആവുക, അല്ലെങ്കിൽ തലയിൽ മുറിയാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മുടി പൊട്ടിപ്പോവാതെ വേഗം എളുപ്പത്തിൽ ചീന്താൻ വേണ്ടിയിട്ട് പല്ലകരച്ചുള്ള ചീർപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഏറെ സന്തോഷം നിറഞ്ഞ ആ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മളിതാ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ചടപടയെന്നുള്ള ഒരു യാത്രയായിരുന്നു. തിരുവാതിര അന്ന് നേരം വിളിച്ചാകുമ്പോഴേട്ട് ജിമ്മിന് പോയ ആള് രൂപയെ വേഗം റെഡി ആയിട്ട് നിന്നോ, എല്ലാം പാക്ക് ചെയ്തോ, നമ്മൾ മൂന്നാറിലേക്ക് പോവാന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ കേട്ടുള്ളൂ. എങ്ങനെ ചാടിപ്പടഞ്ഞ് കാര്യങ്ങളൊക്കെ പുറപ്പെട്ടു പോയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോണ വഴിയിൽ ഇതാ നമ്മൾ ചെറുതായിട്ട് വലത്തെ സൈഡിൽ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം കണ്ടു. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ നോക്കി നിന്നു. സത്യം പറയാലോ, നമ്മുടെ അവിടെ തോടും പാടും കുളമൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണൽ വളരെ കുറവാണ്. ഇവിടെ അതിരപ്പള്ളി പോലും ഞാൻ പോയിട്ടില്ല. പിന്നെ തൃശ്ശൂരും വടക്കാഞ്ചേരിയൊക്കെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ രജിഷേട്ടാ, നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തതിൽ നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. രജിഷേട്ടനാണ് ഇതിൻ്റെ മെയിൻ, അതായത് തലവൻ.
കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആൾ രജിഷേട്ടനാണ്. രജിഷേട്ടൻ പറയാണ് നാളെ നമുക്ക് പോവാ ശരത്തെ, അല്ലെങ്കിൽ നാളെ നമുക്ക് പോവാ ജിഷ്ണു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു വർത്താനില്ല, ഞങ്ങൾ പോയിരിക്കും. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ അവിടുന്ന് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ ആൾക്കാരെ സത്യം. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കുന്ന്, അതേപോലെ തന്നെ ഭയങ്കര കൂളിങ്. അതായത് നമ്മൾ മൂന്നാറിലേക്ക് എത്തേണ്ട എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പൊ നമ്മളവിടെ നിന്ന് ഒരുപാട് കാണികൾ നമ്മളെ പോലെ തന്നെ കൗതുകത്തോട് കൂടിയിട്ട് വെള്ളച്ചാട്ടവും കുന്നും മലകളൊക്കെ കാണാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഒരു വികാരം ഇല്ലാതെ നിൽക്കുന്നത് എൻ്റെ ഏട്ടനാണ്. കാരണം മൂപ്പരാൾക്ക് ഈ കുന്നും മലയും വെള്ളച്ചാട്ടമൊന്നും വലിയ രസമൊന്നുമില്ല. ജിഷ്ണേട്ടനും വരണയൊക്കെ സെൽഫി എടുക്കലും പോസോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കലൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടനെ ഇങ്ങനെ നോക്കിയിരുന്നു, ഒരു ഫോട്ടോ എടുക്കാൻ കൂടുക, എന്നിട്ട് വാരി വലിച്ചിട്ട് ഒരു ചെറുതായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ എന്താ എൻ്റെ മോന്ത ഇങ്ങനെ ഡള്ളായിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞു. അതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി കയറി വീണ്ടും യാത്രയായി. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അതാ നിറയെ കുന്നും മലകളിൽ തൊപ്പി വെച്ചന്തിരി നമ്മുടെ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. തേയില നുള്ളുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. അവരിങ്ങനെ തലയിൽ മുണ്ടൊക്കെ കെട്ടിയിട്ട് നല്ല ചന്തണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു. നമ്മുടെ ബിജുമേനോൻ ചേട്ടന്റെ പടല്ലേ നാലാമുറ, അപ്പൊ അതിലെ കൊളുന്തുന്നുള്ളിയുള്ള പാട്ടില്ലേ, അത് ഈ ഒരു കാഴ്ചയിൽ നമുക്കത് പാടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്ത് ജാമ്യം എടുക്കുകയാണ്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പാടി നോക്കി നോക്കാം. ഏലേലോ 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 ഏലോ ഏലോ ഏലേലോ ഏലേലോ ഏലേലേലോ ഏലേലോ 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 ഏലോ ഏലോ ഏലേലോ ഏലോ ലേലേലേലോ കൊളുന്തു നുള്ളി നുള്ളി കൊളുന്തു നുള്ളി നുള്ളി താളത്തിൽ കൊളുന്തു നുള്ളി കുറുമ്പപ്പെണ്ണ് ഏലേലോ 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 ഏലേലേലോ ഏലേലോ ഏലേലോ ഏലേലേലോ. ആ പാട്ട് ഇഷ്ടപ്പെട്ടവരും ആ പാട്ട് ഒരുപാട് വട്ടം കണ്ടവരും ആ പാട്ടിലെ സീനറി ഒക്കെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞവർക്കും ഈ ഒരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സീനറി കാണുമ്പോൾ അത് പ്രത്യേകിച്ച് ഓർമ്മ വരും കേട്ടോ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നു. ആ സീനറി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മ വന്നു കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ പോണത് മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടേക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ മൂന്നാറിൽ ഏകദേശം ഒരു രാത്രിയോട് കൂടിയിട്ടാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് റൂം എടുത്തു. എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് റൂം എടുത്തു. ഒരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ അടിയിൽ 2 റൂം, മുകളിൽ 2 റൂം, ബാത്റൂം, കിച്ചൺ അങ്ങനെ അടങ്ങുന്ന ഒരു വീടായിരുന്നു. അവിടെ ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും നിന്നു. എന്നിട്ട് അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിക്കായിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി നമ്മൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇല്ലേ, അത് മേടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ പൊറാട്ടയും പിന്നെ ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് അതാണ് ഉണ്ടാക്കിയത്. രാവിലെ കഴിക്കാൻ പൊറാട്ടയും ചപ്പാത്തിയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കറിയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശാലിനീച്ച് ഇവിടുന്ന് പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്, അതായത് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പോയല്ലോ, പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചെമ്മീൻ ചമ്മന്തിയും സ്പെഷ്യൽ സാമ്പാറും പിന്നെ അച്ചാറും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി. രജീഷേട്ടൻ്റെ വലിയൊരു ആഗ്രഹം കുതിരയുടെ മുകളിൽ കയറണമെന്ന്. അങ്ങനെ രജീഷേട്ടൻ കുതിരയുടെ മുകളിൽ കിടന്നിട്ട് ഒരു സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിന് ചെറുതായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മതിയായില്ല. ഞങ്ങൾക്ക് ഇത്രയും കൂടി ദിവസം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോരുമ്പോൾ പറയുകയും ചെയ്തു ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരണമെന്ന്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് വയനാട് പോകണമെന്ന്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയനാട് എന്നാണ് വരുന്നത്. വയനാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് എനിക്ക് അറിയാം. ഞാനിങ്ങനെ മൊബൈലിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷെ ആകെ കുറച്ച് സ്ഥലങ്ങളെ പോകാൻ പറ്റുള്ളൂ. വരയാടിനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. രജീഷേട്ടൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ടാറ്റൊക്കെ തരുന്നുണ്ട്. ശാലിനി ചിരിച്ച് ചത്രക്കണു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഏട്ടാ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ചില്ലായിട്ടോ. അപ്പം എൻ്റെ കൂടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കൂടി. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഡാമല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റ് വീശും. ബാക്കിൽ നമ്മുടെ പച്ച
നമ്മുടെ തേയിലത്തോട്ടം നിറഞ്ഞിട്ടുണ്ട്. തേയിലത്തോട്ടത്തിലേക്ക് കിടന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം ട്ടോ. ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കാറ്റ് വീശുമ്പോഴേ ഒരു പൊടിയാണ്. നമ്മൾ നിൽക്കണ ഭാഗത്ത് നന്നായിട്ട് പൊടിയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിയും വരുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൽഫി എടുക്കുകയാണോ ഫോട്ടോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിഷ്ണേട്ടൻ. ജിഷ്ണേട്ടൻ ഭയങ്കര കമ്പിയാണ് കേട്ടോ. ആളടുത്ത് വർത്താനം പറഞ്ഞ് നമുക്ക് തോൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. നല്ല എനർജിയാണ്. ആളുണ്ടെങ്കിൽ നല്ല രസമാണ്. വർണ്ണയായാലും അത് പാവം കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവം പിടിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർണ്ണേനെ. വർണ്ണ ജിഷ്ണേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ ചിൽ വൈബായിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ ഇത്ര ആക്റ്റീവായിട്ട് ഞാനൊരു ടൂറിന് പോലും ഞാൻ കോളേജ് പഠിക്കുമ്പോഴല്ല +1 +2 പഠിക്കുമ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴായിരുന്നു ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടായിരുന്നേ. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്. കുടുക് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോഴും ഇങ്ങനെ ഒരു വൈബായിരുന്നു. അപ്പോൾ ആ കോളേജ് ടൈമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുമ്പോഴത്തെ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വൈബായിരുന്നു കേട്ടോ എനിക്ക് ഇവരുടെ കൂടെ ടൂറ് പോയപ്പോൾ കിട്ടിയത്. കാരണം എല്ലാവരും ഭയങ്കര വീഡിയോയിൽ വരാനും ഒന്നിനൊരു മടിയില്ലാത്ത ടീമായതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രജിഷേട്ടൻ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ അവിടെ തോക്കുകൊണ്ട് ഇങ്ങനെ വെടിച്ച് ബലൂൺ പൊട്ടിക്കലുണ്ടായിരുന്നു. അപ്പോൾ രജിഷേട്ടൻ ചീടി പൊട്ടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ഞാൻ ഡ്രസ്സാണെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് കയറി നോക്കും. ചിലപ്പോൾ മേടിക്കണം തോന്നി ഞാൻ ചിലപ്പോൾ മേടിച്ചൊന്നും വരും. അപ്പോൾ ഇവിടെ കുറേ കുക്കിങ്ങിൻ്റെ സാധനങ്ങളും അതേപോലെ തന്നെ നല്ല ചന്ദനത്തിൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞാനൊരു കഷ്ണം മേടിച്ചു. കാരണം വെള്ളച്ചന്ദനം, മൈസൂർ ചന്ദനം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ആ ചേട്ടൻ, കടയിലുള്ള ചേട്ടൻ. അത് മുഖത്ത് വെച്ച് നല്ലതാണ്. അപ്പോൾ എനിക്കത് മേടിക്കണം എന്നുണ്ടായിരുന്നു. ചെറിയൊരു പീസ് ഞാൻ മേടിച്ചിട്ടോ. ഒരുപാട് വലുതൊന്നും മേടിച്ചില്ല. അതിന് 300 സംതിങ് എത്രയായിട്ടായി. അപ്പോൾ വലുത് മേടിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ഗുണം എന്നുള്ളത്. അപ്പോൾ നല്ലതാണോ നോക്കിയിട്ട് നമുക്ക് ഇനി വരുമ്പോൾ മേടിക്കാമെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ശാലിനേച്ചി ഒരുപാട് സാധനങ്ങൾ, ശാലിനേച്ചി കുക്കിങ്ങിൻ്റെ ആളല്ലേ. അതായത് ശാലിനേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എത്ര ആളുണ്ടെങ്കിലും ശാലിനേച്ചി ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ശാലിനേച്ചി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കില്ലേ പറഞ്ഞ് ശാലിനേച്ചി ചാടി നിൽക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ശാലിനേച്ചി കുറേ കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ യാത്രയായി. ബോട്ടിംഗ് ഒന്നും ഞങ്ങൾ എൻജോയ് ചെയ്തില്ല. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും. പെട്ടെന്ന് ചടപടേ എന്നുള്ള ഒരു യാത്രയായിരുന്നല്ലോ. ഒരു പ്രശ്നവും ഇല്ലാതെ ചെയ്തതായിരുന്നു. അപ്പോൾ എവിടേക്കെങ്കിലും പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു വെക്കേഷന്. അപ്പോൾ അതുകൊണ്ട് രജിഷേട്ടൻ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. ഇനി അവരൊക്കെ കളിയാക്കും, ഞങ്ങൾക്ക് വിഷമാവും എന്ന് വിചാരിച്ചിട്ട് രജിഷേട്ടൻ അങ്ങനെ ചാടി പുറപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂന്നാർ കണ്ട് പോന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൈഡാക്കിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഫുഡ് ബിരിയാണിയും ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ ഞാനും രജിഷേട്ടനും പിള്ളേരൊക്കെ കൂടിയിട്ട് വലിയൊരു പേപ്പർ വിരിച്ചിട്ട് അതിൽ 3-4 ഇലയൊക്കെ വെച്ചിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ജിഷ്ണേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണത്. അപ്പോൾ കുട്ടപ്പായി ഇതാ നടക്കണം അത് കൂടെ ഒക്കെ. കുട്ടപ്പായി ഇട്ട ഡ്രസ്സ് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഒരു 2-3 കൊല്ലം മുന്നേ. അതിപ്പോഴാണ് അവന് പാകമാണത്. അന്ന് വലുതായിരുന്നു ഷർട്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര കറക്റ്റായി കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വലിയൊരു താങ്ക്സ്. അവനിപ്പോൾ അത് കറക്റ്റായി. പിന്നെ അത് മാത്രമല്ല, അവന് ഡ്രസ്സ് മാത്രമല്ല, അവന് ഒരുപാട് ഈ സ്കെച്ചസും അതേപോലെ തന്നെ പെൻസിൽ, റബ്ബർ, പിന്നെ പഠിക്കണ ആ ഒരു സമയത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ബുക്കുകൾ, റെഫർ ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിപ്പോഴും അത് ഓർമ്മയാണ്. നമുക്ക് ചേച്ചി അയച്ചു തന്ന ഷർട്ട്, ആ ഷർട്ടിക്ക് പാകമാണോ എപ്പോൾ പോകുമ്പോഴും ചോദിക്കും. അത് ഇടാൻ വേണ്ടി ചോദിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം ടൂർ പോകുമ്പോഴും അവൻ അത് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ എടുത്തു കൊടുത്തു. അവന് കറക്റ്റായിട്ടോ. എല്ലാ പ്രാവശ്യം എവിടേക്കെങ്കിലുമൊക്കെ ദൂരെ യാത്ര പോകുമ്പോൾ അത് ചോദിക്കും. കാരണം അതിന് തൊപ്പി ഉണ്ടല്ലോ. അപ്പോൾ അവനറിയാം ഇവിടെ നല്ല തണവുണ്ടാവും, മൂന്നാറിൽ നല്ല തണവുണ്ടാവും. അപ്പോൾ തൊപ്പി ആവശ്യമായിട്ട് വരും എന്നൊക്കെ അവനറിയാം. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് ചോദിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹിൽ ടോപ്പിലേക്കാണ് കേട്ടോ. അത് ഭയങ്കര രസമായിരിക്കും. ഒരുപാട് വൈകി കഴിഞ്ഞാൽ അവിടെ ഭംഗി ഉണ്ടാവില്ലേ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല ഇങ്ങനെ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 4 മണി 3:45 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയിൽ കാണാൻ പറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ കാണാൻ പറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഞ്ഞ് ഒരുപാട് അങ്ങോട്ട് മാറി പോയി വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ കാണാൻ പറ്റി. പക്ഷെ എന്നാലും ഒരു വട്ടം കൂടി പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത, അല്ലെങ്കിൽ എനിക്ക് ഏട്ടനും കുട്ടപ്പായ്ക്കൊക്കെ പോകാൻ ഇനി ആഗ്രഹമുള്ളത് വയനാടാണ് കേട്ടോ. ദൈവം സഹായിച്ച അടുത്ത ട്രിപ്പ് ഞങ്ങൾ വയനാട്ടിലേക്ക് ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
പക്ഷേ ഞാനും ഏട്ടനും കൂടി ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു വട്ടം കൂടി പോകണമെന്നും കൂടി ഉണ്ട്. ആകെ കൺഫ്യൂഷനാണ്, എന്താ വേണ്ടെന്ന് തന്നെ അറിയണില്ല. എവിടേക്ക് ഇപ്പോൾ പോവാല്ലേ, എത്ര സ്ഥലങ്ങളുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹിൽ ടോപ്പിലേക്ക് കയറി കയറി പോവാണ് കേട്ടോ. പലർക്കും പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ മഞ്ഞ് നല്ലോണം മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരണതല്ലേ. അപ്പോൾ നമുക്ക് എന്തേ കണ്ണ് കാണാതിരിക്കുമോ എന്നൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല. പക്ഷെ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് ഞങ്ങൾ കയറി കണ്ടു എല്ലാം രസിച്ച് പോന്നു കേട്ടോ. അവിടേക്ക് പോണ വഴിയിൽ ഞങ്ങൾ ഒരുപാട് മഞ്ഞിന്റെ കോട കണ്ടു കേട്ടോ. മഞ്ഞിന്റെ കോടകൾ ഇങ്ങനെ ഉരുണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോവായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജനലയും ഇതൊക്കെ ഞങ്ങൾ അടച്ചിടാൻ പറഞ്ഞു, കാരണം പിള്ളേർക്ക് ഇനി ജലദോഷം കഫക്കെട്ടൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജനലയും വാതിലൊക്കെ അടച്ചിട്ടു കേട്ടോ. അങ്ങനെ നമുക്കിനി കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂന്നാറിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെയുള്ള ആളുകളും അവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും അവിടെയുള്ള ചെറിയ ചെറിയ പിള്ളേരും ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഹിൽ ടോപ്പിൽ നിന്ന് ഒരു 2 ചേച്ചിമാർ അല്ല, ഒരു ചേച്ചി വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഒരു ഫാമിലിക്ക് എന്നെ അറിയാം, എന്നെ പരിചയമുണ്ട്. പക്ഷെ അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചൊന്നുമില്ല. ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവർ ഇങ്ങോട്ടും ചിരിച്ചു, പക്ഷെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു ഹായ് ഹായ്. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി വന്നിട്ട് രൂപയല്ലേ വീഡിയോസ് ചെയ്യണതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനും അങ്ങോട്ട് അതെ ചേച്ചി എവിടെന്നാ എന്താന്നൊക്കെ അങ്ങോട്ട് സംസാരിച്ചു. അവർ എറണാകുളം ഭാഗത്ത് നിന്ന് എവിടെന്നാന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര തുടരുകയാണ്. ജിഷ്ണേട്ടൻ അവിടെ ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ട്, രജിഷേട്ടൻ ഫ്രണ്ടിൽ. രജിഷേട്ടനും ശാലിനിയേച്ചിയും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിച്ചേട്ടൻ നമ്മളെ തന്നെ ഒരു നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി. വണ്ടിച്ചേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല. ഞങ്ങൾ ഒരു വട്ടം പഴനി പോയില്ലേ, പഴനി പോയപ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. ഭയങ്കര സേഫായിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങി എന്ത് വേണമെങ്കിൽ ചെയ്യായിരുന്നു. കാരണം അത്രയും നല്ല കൂളായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ സേഫായിട്ട് കൊണ്ടുവന്ന് ഇറക്കി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ തണുപ്പത്ത് ഒരു ഐസ്ക്രീം തിന്നണമെന്ന് തോന്നിപ്പോയി. അപ്പം ഞാൻ ഏട്ടനോടും ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഏട്ടാ നമുക്കൊരു ഐസ്ക്രീം തിന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ബോർഡൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനത് ഇങ്ങനെ ചിരിച്ചിട്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും സൂമിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണത്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ വരിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം എല്ലാവരും നടന്ന് ഇങ്ങനെ പോരുന്നത് വീഡിയോ എടുക്കണമെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഇനിയും ഇതേപോലുള്ള യാത്രകൾ പോകാൻ പറ്റട്ടെ, നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വെക്കേഷനുകളിലും നിങ്ങളെ അടുത്തെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. ഒരു ട്രിപ്പാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യുക. എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മാറ്റി വെച്ച്, എല്ലാവർക്കും സങ്കടവും വിഷമമൊക്കെ ഉണ്ടാവും, അത് തന്നെ ആലോചിച്ചിരുന്ന് നമുക്ക് തലയ്ക്ക് ഭ്രാന്താവും. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ഒരു ചായക്കടയിൽ പോയിട്ടൊരു ചായ കുടിക്കുകയാണെങ്കിൽ കൂടി അതൊരു ഹാപ്പിയാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ കുട്ടപ്പായുടെ കൂടെ പാടത്തേക്ക് പോവുക, മീൻ പിടിക്കുക, അവനവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെയുള്ള കളികൾക്കൊക്കെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളുടെ ചെറിയ കുട്ടിക്കാലം നമ്മുടെ മക്കളാണ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കുട്ടപ്പായ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട്. ഞാനും അച്ഛൻ്റെ കൂടെയും മാമൻ്റെ കൂടെ ഒക്കെ മീൻ പിടിക്കാനൊക്കെ പോയിരുന്നു. ഒരു വൈബാണത്. അപ്പോൾ അവനത് കാണിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ അമ്മ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഞാനത് അവൻ്റെ അടുത്ത് അരുതെന്ന് ഞാൻ അങ്ങനെ തറപ്പിച്ച് പറയാറില്ല. കാരണം അത് അവൻ്റെ ഇഷ്ടങ്ങളാണ്. അവ അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് എന്താണ് ഏതാണെന്ന്. പക്ഷെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പോൾ അതിലൊക്കെ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു. ഇപ്പം എൻ്റെ ഏട്ടൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകും, ഒരു ഐസ്ക്രീം കഴിച്ചാലടക്കം, ഒരു കട്ടൻ ചായ കുടിച്ചാലടക്കം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി നിൽക്കണമെന്ന ഒരാളായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കുറച്ചൊക്കെ ടയേർഡ് ആവുച്ചാലും നമുക്ക് ഓർത്തിരിക്കാനോ ഓർക്കാനോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സമയങ്ങളാണ് അതൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുക, വലിയ വലിയ യാത്രകൾ ആഗ്രഹിക്കുക, എന്തെങ്കിലും ദൈവം സാധിച്ചു തരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലോട്ട് ആ ഒരു മുഹൂർത്തങ്ങൾ എത്തി വരും.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന അറിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. വ്ളോഗിൽ ഞാൻ ഇപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ മേക്കറല്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി തേയിലത്തോട്ടം കണ്ടു. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചോദിച്ചു ഫോട്ടോസ് എടുക്കട്ടെ എന്ന്. അവിടെ 2 മാമന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു എടുത്തോളൂ, പൈസയൊന്നും തരണ്ട, നിങ്ങൾ എടുത്തോളൂ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ജാക്ക് റോസൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്തു, ശാലിനിജി രജീഷ് ഏട്ടനൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി വേറെ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മുടെ ജിഷ്ണേട്ടനും വർണ്ണയും കൂടിയിട്ട് ഒരു നല്ല നല്ല ഫോട്ടോസ് എടുത്തു. അങ്ങനെ വൈകിയും പിള്ളേരൊക്കെ കൂടിയിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുത്തു. എല്ലാവരും അടിച്ചു പൊളിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുത്തു തന്നു. 100 രൂപയും 120 രൂപയായിട്ട് ഒരു ഫോട്ടോയ്ക്ക് മേടിച്ചു കേട്ടോ. അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ, കുട്ടികൾക്കൊന്നും യാതൊരു അസുഖങ്ങളും വരാതെ ഈ ഒരു യാത്ര ഗംഭീരമായിട്ട് നടത്താൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.